الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. ബഹുമാന്യരായ വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തുസൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളിൽ ഓരോരുത്തരോടും പ്രത്യേകമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തെക്കുറിച്ച് ഒരു വേള റസൂലുള്ള പറഞ്ഞ വാചകം, ഹദീസ് ഇങ്ങനെയാണ്: ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ നിയോഗിച്ചിരിക്കുന്നത് സൽ സ്വഭാവങ്ങളുടെ പൂർത്തീകരണത്തിനു വേണ്ടിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. ഒരു യഥാർത്ഥ മുസ്ലിമിന്റെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടുന്ന സ്വഭാവ മാതൃകകൾ ധാരാളമായി വിശുദ്ധ ഖുർആൻ എടുത്തുദ്ധരിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ച് നമുക്ക് മാതൃക കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സൽസ്വഭാവം ഇന്ന് നാം ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഏറെ ശ്രദ്ധയോടുകൂടി നാം അനുഷ്ഠിക്കേണ്ടുന്ന ഒരു സ്വഭാവ മാതൃകയാണ്. ഇന്നിന്റെ സ്വഭാവം എന്ന് പറയുന്നത് പരസ്പരം ശത്രുതയും വെറുപ്പും വിദ്വേഷവും നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം. കുടുംബങ്ങളിൽ അസൂയയും പകയും പരസ്പരം കണ്ടുകൂടായ്മയും ഒക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒന്ന് നന്മയുള്ള ഒരു ജീവിതം ആത്മാർത്ഥമായി ആഗ്രഹിക്കാത്ത ഒരു കാലം, ഒരാൾക്ക് നന്മയുണ്ടാവണം എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കാത്ത ദുരമൂത്ത കാലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഇതൊരു മുഅ്മിനിന് ഉണ്ടായിക്കൂടാ. ഒരാൾക്ക് ഉണ്ടായത് നശിച്ചു കാണണമെന്ന ഒരു മോഹം, തനിക്ക് ഉണ്ടായത് ഒരാൾക്കും ഉണ്ടാവരുത് എന്ന ചിന്ത, ഇത് രണ്ടും ദുരന്തമാണ് മനുഷ്യന് ഉണ്ടാക്കി വെക്കുക. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വിശ്വാസം അത് പൂർത്തിയാകണമല്ലോ, അത് അപൂർണമാകാൻ പാടില്ല. റസൂലുള്ളാഹി പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും തന്നെ മുഅ്മിനാവുകയില്ല
അപ്പൊ ഈമാൻ തന്നെ ഇല്ലാത്തൊരു മനുഷ്യനെ കുറിച്ച് റസൂലുള്ള പറയാം. എപ്പോഴാണ് ഒരാൾ മുഅ്മിനാവുക? ഹത്താ യുഹിബ്ബു ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. തന്റെ ജീവിതത്തിൽ എന്തൊക്കെ സന്തോഷം നൽകുന്ന കാര്യങ്ങളായി താൻ കാണുന്നുവോ, എന്തെല്ലാം നന്മകൾ തനിക്കുണ്ടാവണമെന്ന് തന്നോട് തന്നെ താൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നുവോ, ആ നന്മകളൊക്കെ തന്റെ ഇതര സഹോദരനും ഉണ്ടാവണം, അവനും ലഭിക്കണമെന്ന് ആഗ്രഹിക്കാത്തിടത്തോളം കാലം നിങ്ങൾ എത്ര ഇബാദത്ത് എടുത്തിട്ടും കാര്യമില്ല, എത്ര നല്ല മനുഷ്യനായിട്ടും കാര്യമില്ല. നിങ്ങളുടെ മനസ്സ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന, തനിക്ക് നൽകണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാതും എല്ലാവർക്കും ലഭിക്കണമെന്ന് ഒരാഗ്രഹമുണ്ട്. നോക്കൂ നിങ്ങൾ, ഈമാൻ എന്നുള്ളതിന്റെ മനസ്സിന്റെ പ്രകടനമാണ് ഈ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരും ഒക്കെ തങ്ങൾക്ക് എന്തൊരു അനുഗ്രഹമാണോ ലഭിച്ചത് അപ്പൊ മറ്റുള്ളവർക്ക് ലഭിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നു. നൂഹ് നബി അലൈഹിസ്സലാമയുടെ ചരിത്രം നമുക്ക് കാണാം. ഉബല്യൗക്കും റിസാലാത്ത് റബ്ബി, ഞാൻ എന്റെ രക്ഷിതാവിന്റെ റിസാലാത്തുകൾ മുഴുവൻ നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു നൽകാൻ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വ അൻസഹു ലക്കും, ഞാൻ നിങ്ങൾക്ക് നിങ്ങളോട് ആത്മാർത്ഥതയുള്ള ഒരു ഉപദേശകനാകുന്നു. വ അഅലമു മിനല്ലാഹി മാ ലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിയാത്ത ചില കാര്യങ്ങൾ അള്ളാഹുവിൽ നിന്ന് എനിക്ക് വഹി മുഖേന അറിവ് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കുള്ള ഏറ്റവും നല്ല ഉപദേശകൻ, ആത്മാർത്ഥ ഉപദേശകൻ ഞാനാകുന്നു എന്ന് നൂഹ് നബി അലൈഹിസ്സലാം പഠിപ്പിക്കുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, ഹൂദ് നബി അലൈഹിസ്സലാമെ അള്ളാഹു പരിചയപ്പെടുത്താൻ ഹൂദ് നബി അലൈഹിസ്സലാം പറഞ്ഞു, അന, ഞാൻ, ലക്കും നാസിഹുൻ അമീൻ, ഞാൻ നിങ്ങൾക്ക് വിശ്വസ്തനായ ഒരു ഉപദേശകനാകുന്നു, ഞാൻ നിങ്ങൾക്ക് വിശ്വസ്തനായ, നിങ്ങൾക്ക് ഗുണം മാത്രം കാക്ഷിക്കുന്ന ഒരാളാകുന്നു എന്ന് ഹൂദ് നബി അലൈഹിസ്സലാമയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ ഈമാൻ എന്ന് പറയുന്നത് സൽക്കർമ്മങ്ങളുടെ പൂർത്തീകരണമുള്ള ഒരു മനുഷ്യനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിലൂടെ പ്രതീക്ഷിക്കുന്നത്, പ്രതിഫലം നൽകുവാൻ വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് നമ്മൾ അറിയണം. ജനങ്ങളെല്ലാവരും നന്മക്ക് എതിരായാലും സമൂഹത്തിൽ തിന്മകൾ വർദ്ധിച്ചാലും ജനങ്ങളിൽ നന്മ വളർന്നു കാണണം എന്ന ആഗ്രഹം, ജനങ്ങളെല്ലാവരും രക്ഷപ്പെടണം എന്ന ചിന്ത, ഇതാണ് ഒരു മുഅ്മിനിന് ഉണ്ടാവേണ്ടത്. അതുകൊണ്ടാണ് അഹങ്കാരത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗത്തിലേ പ്രവേശിക്കുകയില്ല. പ്രയോഗങ്ങൾ നമ്മൾ നന്നായി പഠിക്കണം. ഈമാനേ ഉണ്ടാവുകയില്ല, സ്വർഗത്തിലേ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരം സ്വഭാവങ്ങളെ കുറിച്ചൊക്കെ റഹ്മാനായ റബ്ബ് പഠിപ്പിക്കുന്നത്. എന്താ പറഞ്ഞത്? മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാല ദർറത്തിൻ മിനൽ കിബ്ർ, അഹങ്കാരത്തിന്റെ ഒരു അണുമണി തൂക്കം ആരുടെയെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയില്ല എന്ന് റസൂലുള്ളാഹി പറയാം. എന്നിട്ട് എന്താണ് അഹങ്കാരം? അൽ കിബ്ർ, അഹങ്കാരം. റസൂലുള്ളാഹി വിശദീകരിക്കുക, ബത്തറുൽ ഹഖ് വ ഗംതുന്നാസ്, ജനങ്ങളെ കൊച്ചാക്കി കാണുക, ജനങ്ങളെ തന്റെ കണ്ണിൽ ഏറ്റവും മോശക്കാരും ചെറുതാക്കി ഓൽക്കൊന്നും കിട്ടരുതെന്നുള്ള ചിന്ത. അതുപോലെ തന്നെ സത്യത്തെ നിഷേധിക്കുക, സത്യത്തെ നിഷേധിക്കുകയും അതുപോലെ തന്നെ തന്റെ ചുറ്റുപാടുമുള്ള ജനങ്ങളെ പരിഗണിക്കാതെ അവരെ അവഗണിക്കുകയും അവരെ കൊച്ചാക്കി കാണുകയും അവർ മോശക്കാരാണെന്ന് ചിന്തിക്കുകയും ചെയ്യും. അതാണ് കിബ്ർ, അതാണ് അഹങ്കാരം. ഇത് മനസ്സിലുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കൂല എന്നാണ്, അവന് ഈമാനില്ല എന്നാണ്. അള്ളാഹു നമ്മെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സഹാബത്തിനോട് ബൈഅത്ത് ചെയ്ത രംഗങ്ങളുണ്ട്. സഹാബത്തിന്റെ വലത് കരം ഗ്രഹിച്ചുകൊണ്ട്, ആ വലത് കരം പിടിച്ചുകൊണ്ട് സഹാബത്ത് റസൂലുള്ളാഹിനോട് പറയുന്ന ചില വാക്കുകളുണ്ട്. ബൈഅത്ത് ചെയ്യിക്കുമായിരുന്നു. നോക്കൂ നിങ്ങൾ, ജരീർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ റസൂലുള്ളാഹിനോട് ബൈഅത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹിനോട് ബൈഅത്ത് ചെയ്തു. എന്തൊക്കെയെന്നറിയോ? അലാ ഇഖാമിസ് സ്വലാം, റസൂലേ ഞാൻ ചിട്ടയാ നമസ്കരിക്കും. വ ഈതാഇസ് സക്കാ, ഞാൻ സക്കാത്ത് കൊടുക്കും. ഫറളായ ഇബാദത്ത് എണ്ണി പറഞ്ഞതിന് ശേഷം മൂന്നാമത് പറഞ്ഞെന്തറിയോ? വന്നുസ്ഹു ലികുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമീങ്ങളോടും അവർക്ക് ഗുണം ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കും ഞാനെന്ന്
അള്ളാഹുവിന്റെ റസൂലിന്റെ കൈ പിടിച്ചുകൊണ്ട് സഹാബത്ത് ബൈഅത്ത് ചെയ്യാൻ, നിസ്കരിക്കണ പോലെ, സകാത്ത് കൊടുക്കണ പോലെ എന്റെയും നിങ്ങളുടെയും മനസ്സിൽ ഉണ്ടാവേണ്ടുന്ന വലിയ ആഗ്രഹമാണ് എന്റെ അയൽവാസി, എന്റെ സുഹൃത്ത്, എന്റെ സമപ്രായക്കാരൻ, എന്റെ കുടുംബത്തിൽ എല്ലാവർക്കും, എന്റെ ജ്യേഷ്ഠനും എന്റെ അനുജനും എല്ലാം നന്മ ഉണ്ടാവണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇങ്ങനെ ഒരു വിശാലമായ മനസ്സ് ഉണ്ടാവുക എന്നത് ഈമാനിന്റെ ഭാഗം. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ജരീർ ബിൻ അബ്ദുല്ലയിൽ നിന്ന് തന്നെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഇങ്ങനെയും കാണാൻ പറ്റും. അത്തൈതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നു. ഫഖുൽതു ഉബായിഉക അലൽ ഇസ്ലാം, റസൂലേ ഇസ്ലാമിന്റെ പേരിൽ ഞാൻ താങ്കളോട് അനുസരണ പ്രതിജ്ഞ ചെയ്യാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. ഫശറത്ത അലയ്യ, ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഷർത്ത് വെച്ചു. എന്താണ് ഷർത്ത്? വന്നസ്ഹു ലികുല്ലി മുസ്ലിം, നിന്റെ ജീവിതത്തിൽ എല്ലാ മുസ്ലിമീങ്ങളോടും ഗുണം കാക്ഷിക്കുന്നവനായിരിക്കും ഞാനെന്ന് നീ പറയണം എന്നാണ്. ഫബായഅതുഹു അലാ ഹദാ, ഞാനത് അല്ലാഹുവിന്റെ റസൂലിനെ കൈപിടിച്ച് ബൈഅത്ത് ചെയ്തു. വറബ്ബി ഹാദൽ മസ്ജിദ്, ഈ കഅബയുടെ നാഥൻ തന്നെയാണ് സത്യം. ഇന്നി ലക്കും ലനാസിഹുൻ, ഞാൻ എല്ലാ മനുഷ്യരോടും ഗുണകാംക്ഷ ഉള്ളവനായിരിക്കും എന്ന് അദ്ദേഹം അനുസരണ പ്രതിജ്ഞ എടുക്കുന്നുണ്ട്. വിശ്വാസികളെ, അതുകൊണ്ട് ഈ ഒരു സൽ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ, ഈ ആർക്കും ആരെയും ഇഷ്ടമില്ലാത്ത ഈ കാലഘട്ടം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്നിടത്ത് നമ്മളൊന്ന് മാറി ചിന്തിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഹദീസ്, ഈ ചരിത്രം എന്റെ സഹോദരങ്ങൾക്ക് മുമ്പിലേക്ക് കൊണ്ടുവന്നത്. നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഗുണം എന്താണ് സഹോദരങ്ങളെ? നരകമോചനത്തിന്റെ വഴി ലഭിച്ചു എന്നതാണ്. നരകമോചനത്തിന്റെ വഴി, അതായത് ഹിദായത്ത്, തൗഹീദിന്റെ മാർഗം നമുക്ക് ലഭിച്ചു എന്നതാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ഗുണകാംക്ഷയുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ, നാളെ മരണാനന്തരം എന്റെ അയൽവാസി, എന്റെ ബന്ധു, എന്റെ ഭാര്യ, എന്റെ മക്കൾ, എന്റെ സുഹൃത്തുക്കൾ ആരും ജ്വലിക്കുന്ന നരകാഗ്നിയിൽ അകപ്പെട്ടുകൂടാ, അവൻ രക്ഷപ്പെടണം, അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചിന്തകളാണ് തന്റെ സുഹൃത്തിനോടുള്ള ഏറ്റവും വലിയ ഗുണകാംക്ഷയായി നമുക്കുണ്ടാവേണ്ടത്. അതുകൊണ്ടാണ് ഇബാദത്തുകളോടൊപ്പം ചേർത്തിക്കൊണ്ടാണ് ദഅവത്തിനെ അള്ളാഹു പരിചയപ്പെടുത്തിയത്. നിസ്കരിക്കുന്നത് പോലെ, നോമ്പനുഷ്ഠിക്കുന്നത് പോലെ ജനങ്ങൾക്ക് ഗുണം ലഭിക്കുന്ന ദഅവത്ത് നിങ്ങൾക്ക് ഫറലാണ് എന്ന്, അത് ഫറലിനോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് അള്ളാഹു പഠിപ്പിച്ചത് എന്നുള്ളത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് എത്രയെത്ര ഫലം കാണാത്ത സാഹചര്യം നമ്മുടെ ചുറ്റുപാട് ഉണ്ടായാലും നമ്മുടെ ജീവിതത്തിൽ പ്രബോധനം ചെയ്യാനുള്ള ഒരു മാർഗവും നമ്മൾ നഷ്ടപ്പെടുത്തിക്കൂടാ. ആളുകളൊക്കെ മോശമാണ്, ഞാൻ എന്ത് ചെയ്യാനാ? അല്ല, നമുക്കും ചിലത് ചെയ്യാനുണ്ട്. നന്മയുടെ വാക്കുകൾ കൊണ്ട് ആളുകളോട് സംസാരിക്കാനുണ്ട്. നമ്മുടെ കുടുംബത്തിൽ തെറ്റുകുറ്റങ്ങൾ കാണുമ്പോൾ എതിർക്കപ്പെടേണ്ടതുണ്ട്. അതാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ഒന്നാമത് നീ കൈകൊണ്ട് എതിർക്കണം. എന്താണ് ആ കൈകൊണ്ട് എതിർക്കുക? നമ്മുടെ ഭാര്യയിൽ കാണുമ്പോ, ഭർത്താവിൽ കാണുമ്പോ, മക്കളിൽ കാണുമ്പോ, നമ്മൾ പറഞ്ഞാൽ അനുസരിക്കപ്പെടേണ്ടുന്ന ബന്ധങ്ങളിൽ ഉള്ളവരിൽ തിന്മ കാണുമ്പോ ഉറപ്പായും കാർക്കശ്യത്തോടുകൂടി നിഷേധിക്കാനും അവരെ തിരുത്തുവാനും നേർവഴിയിൽ കൊണ്ടുവരാനും മടി കാണിക്കാത്തവനാണ് യഥാർത്ഥ മുഅ്മിൻ എന്നാണ് ആ ഹദീസിന്റെ വിശദീകരണം. അത് സമൂഹത്തിൽ കൊടികുത്തി വാഴുമ്പോഴോ നമുക്ക് പറയാൻ സാധിക്കണം, നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഇനി വായ് മൂടിക്കെട്ടപ്പെടുന്ന ഒരു സാഹചര്യം ഒരു മുഅ്മിനുണ്ടായാലോ അവന്റെ മനസ്സുകൊണ്ട് അതിനെ വെറുക്കുകയും ആ തിന്മകളിൽ നിന്ന് അവൻ അകന്നു നിൽക്കുകയും ചെയ്യുക എന്നുള്ളത് ഈമാനിന്റെ, വിശ്വാസത്തിന്റെ ഏറ്റവും ദുർബലമായ അവസ്ഥയാണ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. എന്നാൽ ഇന്ന് മുസ്ലിം ഉമ്മത്ത് അങ്ങനെയല്ല. വെറുക്കുകയും ഇല്ല, അറക്കുകയും ഇല്ല, മറിച്ച് അതിനെ വാരിപ്പുണർന്നുകൊണ്ട് എല്ലാ തിന്മകൾക്കും തന്റെ കുടുംബത്തിലിടമുണ്ട്, തന്റെ ജീവിതത്തിലിടമുണ്ട്, ഞാൻ അതിന്റെ ആള് തന്നെയാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച് ജീവിക്കുന്ന സാഹചര്യമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ഒരു മുസ്ലിമായ മനുഷ്യനോട്, നാളെ പരലോകമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു മുഅ്മിനിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന നന്മയുടെ മാർഗങ്ങളെ കുറിച്ച് ശ്രദ്ധിക്കേണ്ടുന്ന, ആ ഗുണകാംക്ഷയുടെ നന്മ ആഗ്രഹിക്കേണ്ടുന്ന തലങ്ങളെ കുറിച്ച്, നിബന്ധനകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് പഠിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ഓർമ്മപ്പെടുത്തുന്നത്. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദീനു അന്നസ്വിഹ, മതം എന്ന് പറയുന്നത് ഗുണത്തെ കാക്ഷിക്കലാണ്, നന്മ ആഗ്രഹിക്കലാണ്.
എന്നിട്ട് റസൂലുള്ള എണ്ണി സലാസൻ, 3 മാനദണ്ഡങ്ങൾ അതിനുണ്ട്. ഖുൽനാ ലിമൻ, ആരോടാണ് റസൂലേ ഈ 3 നിബന്ധനകൾ ആർക്കൊക്കെയാണ് ഞങ്ങൾ കൊടുക്കേണ്ടത്? ഈ നുസ്ഹ് ഞങ്ങൾ ആരോടൊക്കെയാണ് ഉണ്ടാവേണ്ടത്? വലില്ലാ, ലില്ലാഹി 1 അള്ളാഹുവിനോടാണ്, വലി കിതാബിഹി 2 അവന്റെ വേദഗ്രന്ഥത്തോടാണ്, വലി റസൂലിഹി അവന്റെ പ്രവാചകനോടാണ്, വലി അഇമ്മത്തിൽ മുസ്ലിമീന വആമത്തിഹിം പൊതുജനങ്ങളോടും നേതൃത്വത്തോടുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഈ ഗുണകാംക്ഷ എന്ന് പറയുന്നത് 1 അള്ളാഹുവിനോട് തനിക്ക് റഹ്മാനായ റബ്ബ് നൽകിയിട്ടുള്ള ഈ അനുഗ്രഹങ്ങൾക്ക് ഗുണം ചെയ്യുക എന്നതാണ്. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? 1 ദഅവത്ത് തന്നെ. വിശ്വാസികളെ, ഈ നാട്ടിൽ എന്തെല്ലാം തോന്നിവാസങ്ങൾ കാട്ടി നടക്കുന്ന ആളുകളുണ്ട്. ആർക്കും വേണ്ടാത്തവരെ, അവരൊക്കെ മനുഷ്യരനാണല്ലോ. അവരകപ്പെട്ടു പോയ തിന്മയിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത വിധം അകപ്പെട്ടു പോയില്ലേ? നമ്മളോ കുടുംബത്തിന് വേണ്ടപ്പെട്ടവരായി, നാടിന് വേണ്ടപ്പെട്ടവരായി, ജീവിക്കാൻ ഗതിയുള്ളവരായി, നാട്ടിൽ മാന്യന്മാരായി, റഹ്മാനായ റബ്ബിന്റെ തൗഫീഖ് കൊണ്ടാണ് ഇങ്ങനെ ആയത്, അല്ലേ? ഈ തൗഫീഖ് തന്ന റഹ്മാനായ റബ്ബിനോടുള്ള നന്ദി നമ്മൾ ജീവിതം കൊണ്ട് കാണിക്കണം. അതൊന്ന് ദഅവത്താണ്. നമുക്ക് പരിചയമുള്ളവരോട് ഈ ഒരു നന്മയെ കുറിച്ച് സംസാരിക്കുക എന്നതാണ്. രണ്ടാമത്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് ഫറലായ കാര്യങ്ങളിലുള്ള നിഷ്ഠയാണ്, ഇബാദത്തിലുള്ള നിഷ്ഠയാണ്. വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബു ഇലയ്യ മിമ്മ ഇഫ്തറദതു അലൈഹി. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടം എങ്ങനെ അറിയോ? അല്ലാഹു ഒരു അടിമയോട് ഏറ്റവും കൂടുതൽ ഇഷ്ടത്തോടു കൂടി അടുക്കുക അവന് ഒരു അടിമക്ക് അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ സമയനിഷ്ഠയോടുകൂടി, ശ്രദ്ധയോടുകൂടി, ജീവിത വിശുദ്ധിയോടുകൂടി, പ്രാർത്ഥനയോടുകൂടി അനുഷ്ഠിക്കുമ്പോഴാണ്. ഈ ഫറലിന്റെ കാര്യത്തിൽ നമുക്ക് എത്രമാത്രം ശ്രദ്ധയുണ്ട്? ജമാഅത്ത് നമസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മുടെ ജീവിതത്തിലെ നിഷ്ഠ ഒരാഴ്ചയായി 2 ആഴ്ചയായി ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ഇന്ന് സുബഹ് ജമാഅത്ത് പോലും നഷ്ടപ്പെടുത്തി ജുമുഅക്ക് വന്നിരിക്കുക. ആരെ പ്രീതി കിട്ടാൻ? അള്ളാന്റെ പ്രീതി കിട്ടാൻ. കിട്ടോ? ഇല്ല. അള്ളാഹ് പറയാം, അത് കിട്ടണമെങ്കിൽ ഫറലായി ഞാൻ നിർബന്ധമാക്കിയ കാര്യങ്ങൾ ചിട്ടയോടുകൂടി അനുഷ്ഠിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വല്ലാത്ത തിരക്കാണ്, അല്ലേ? വല്ലാത്ത ശാരീരിക അസ്വസ്ഥതകളാണ്. പക്ഷെ വേറൊന്നിനുമില്ല, ഈ ഇബാദത്തിന്റെ വിഷയത്തിലേ ഉള്ളൂ. അത് നമുക്കറിയുന്നതിനേക്കാൾ നമ്മുടെ മനസ്സറിയുന്ന റഹ്മാനായ റബ്ബിനെ അറിയുമെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. 2 സഹോദരങ്ങളെ, സുന്നത്തായ കാര്യങ്ങൾ. ഈ ദീനത്തിനെ വലിച്ചെറിയുന്ന ഈ കാലഘട്ടത്തിൽ ചെറുപ്പക്കാരും യുവാക്കളും എല്ലാവരും ഉണ്ടല്ലോ. നമ്മളെ ജീവിതം മാറ്റി നമ്മൾ കാണിക്കണം. അള്ളാഹു എന്തൊക്കെ സുന്നത്താക്കിയിട്ടുണ്ടോ അത് കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ നമുക്ക് സാധിക്കണം. വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ ഹത്താ ഉഹിബ്ബഹു എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ഒരു അടിമ സുന്നത്തായ കാര്യങ്ങൾ ചിട്ടയായി നിർവഹിച്ചുകൊണ്ട് അവൻ എന്നിലേക്ക് അടുക്കാൻ ശ്രമിക്കും. ഹത്താ ഉഹിബ്ബഹു, ഞാൻ അങ്ങനെ ഇഷ്ടപ്പെടുന്നത് വരെ എന്ന്. അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ടാകാൻ വേണ്ടിയാണ് നമ്മൾ സുന്നത്ത് നിസ്കരിക്കണേ, അല്ലേ? അള്ളാഹ് എന്നെ ഇഷ്ടപ്പെടണം, റഹ്മാനായ റബ്ബ് എന്നെ തൃപ്തിപ്പെടണം, അള്ളാഹുവിന്റെ കോടതിയിൽ അള്ളാഹുവിന്റെ തിരുദർശനം ലഭിക്കുന്ന ഒരു മുഅ്മിനായി ഞാൻ മാറണം എന്നാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി ഹദീസിന്റെ ബാക്കി ഭാഗത്തിൽ പറഞ്ഞു, അങ്ങനെ സുന്നത്തും ഫറളും ജീവിതത്തിൽ ചിട്ടയായി അനുഷ്ഠിച്ചാൽ ഫഇദാ അഹ്ബബ്തുഹു, ഞാൻ അവനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കുൻതു സംഅഹു അല്ലദീ യസ്മഉ ബിഹി, ഞാൻ അവൻ കേൾക്കുന്നത് ഞാനായി മാറുന്നു പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഞാൻ പറഞ്ഞതേ അവൻ കേൾക്കൂ എന്നാണ്. ഞാൻ കാണാൻ പറഞ്ഞതേ അവൻ കാണൂ, ഞാൻ പറഞ്ഞിടത്തേക്ക് അവൻ പോകൂ എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് പറയുന്നത്. നമ്മളടുത്ത് ഈ ഫറലും സുന്നത്തൊക്കെ ഉണ്ടായിട്ട് ഹറാമുകൾ ഉണ്ടെങ്കിൽ അള്ളാഹ് നമ്മെ തൃപ്തിപ്പെടുന്നില്ല. നമ്മെ നയിക്കുന്നത് പിശാചാണ്. നമ്മുടെ കേൾവി, നമ്മുടെ കാഴ്ച, നമ്മുടെ ചിന്ത, നമ്മുടെ യാത്ര, നമ്മുടെ നടത്തം ഒക്കെ ഒന്ന് പരിശോധിക്കും സഹോദരങ്ങളെ. അള്ളാഹ് ഇഷ്ടപ്പെടുന്നില്ല, നാട്ടുകാർക്കും നമ്മളെ വേണ്ട, പിന്നെ എന്തിനാ നമ്മൾ ജീവിക്കണേ? നാട്ടുകാർക്കും വീട്ടുകാർക്കും കൂട്ടുകാർക്കും ആർക്കും വേണ്ടെങ്കിലും അള്ളാഹ്ക്ക് എന്നെ വേണമെന്നൊരു ചിന്തയിലേക്ക് നമ്മൾ എത്തിയാൽ അത് മതിയല്ലോ നമ്മുടെ ജീവിതത്തിൽ. റസൂലുള്ളാഹി പറയാം, ഒരു അടിമ റഹ്മാനായ റബ്ബിനോട് അങ്ങോട്ട് അടുത്താൽ അവൻ ചോദിച്ചാൽ മതി, ഞാൻ അത് അവന് കൊടുക്കുന്ന. അത്ര അടുപ്പുണ്ടാവും.
വല ഇനിസ്തആദനി ലഉഈദന്നഹു. ഒരു സഹായം അഭ്യർത്ഥിച്ചാൽ ഞാൻ അതവന് നൽകുക തന്നെ ചെയ്യും. ഒരു കാര്യം എന്നോട് ആവശ്യപ്പെട്ടാൽ അന ഫാഇലുഹു, ഞാൻ അത് പ്രാവർത്തികമാക്കുക തന്നെ ചെയ്യും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്. വിശ്വാസികളെ, നമ്മുടെ ഈ ജീവിതം കൊണ്ട് എന്താണ് നേടിയത് എന്ന് ഈ ഒരു സമയത്തൊന്ന് ചിന്തിച്ചുകൂടെ? 40-ആയി 50-ആയി അല്ലേ? ജീവിതത്തിന്റെ വലിയൊരു ഘട്ടം നമ്മൾ കടന്നുപോയി. ഇപ്പോഴും ദുനിയാവ് നമുക്ക് തികഞ്ഞിട്ടില്ല. നമ്മെ തൃപ്തിപ്പെടുന്നവർ ഇപ്പോഴും നമ്മുടെ ചുറ്റുപാടിൽ കുറവാണ് അല്ലേ? മക്കളോട് ചോദിക്കും, വാപ്പാനെ കുറിച്ച് ഉമ്മാനെ കുറിച്ച് അല്ലേ? അവരിപ്പോഴും സംതൃപ്തരല്ല. നാട്ടുകാരോട് ചോദിക്കും, അയൽവാസികളോട് ചോദിക്കും, സഹപ്രവർത്തകരോട് ചോദിക്കും അല്ലെ? ഓഫീസിൽ നമ്മൾ അടുത്ത് 10 വർഷമായി 15 വർഷമായി ഇരിക്കുന്ന സഹപ്രവർത്തകരോട് ചോദിച്ചു നോക്ക്. അവർക്കാർക്കും നമ്മെ കുറിച്ച് പൂർണ്ണ തൃപ്തിയില്ല. എന്നിട്ടും നമ്മൾ എന്തൊക്കെയോ ജീവിതത്തിന്റെ ഭാഗമായി കണ്ടു മുന്നോട്ട് പോകുക. എന്നാൽ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടുന്ന, റഹ്മാനായ റബ്ബ് ഇഷ്ടപ്പെടുന്ന ഒരു അടിമയായി നമ്മൾ മാറിയാൽ മലക്കുൽ മൗത്തും സംഘവും സ്വർഗീയ വസ്ത്രവും കൊണ്ട് നമ്മുടെ അടുത്തേക്ക് വരുമെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ഒറ്റപ്പെട്ടു പോകുന്ന ആ ദിനം വിദൂരമല്ലല്ലോ സഹോദരങ്ങളെ, അല്ലേ? ഞാനും നിങ്ങളും എല്ലാവരാലും വേർപ്പെടുത്തപ്പെട്ട് ഒരു യാത്ര പോകാനില്ലേ? ആ യാത്ര അത്ര വിദൂരത്തല്ലല്ലോ, ജീവിച്ചത്ര ഇനിയും ഇല്ല. അപ്പോ ഒരു ചിന്ത നമുക്ക് ആവശ്യമാണ്. ഈ കാലഘട്ടത്തിൽ എന്റെ ഈമാൻ, എന്റെ ഇസ്ലാം, എന്നെ കൊണ്ട് റഹ്മാനായ റബ്ബ് ഇസ്ലാം കൊണ്ട് ഈ നാട്ടിൽ എന്താണ് ഉണ്ടാക്കാൻ ആഗ്രഹിച്ചത്, അതിൽ ഞാൻ വിജയിച്ചുവോ എന്ന ഒരു ചിന്ത നമുക്കുണ്ടാവണം. അവിടെ ദഅവത്ത് കടന്നു വരും. വിശുദ്ധ ഖുർആൻ വലത് കയ്യിലുണ്ടാകും. ആളുകളോട് നന്മയെ കുറിച്ച് സംസാരിക്കും. ജീവിതം ഇബാദത്തുകൾ കൊണ്ട് ധന്യമായിരിക്കും. സത്യസന്ധമായ ഒരു ജീവിതം ഉണ്ടാകും. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു സൽസ്വഭാവം ഉണ്ടാകും. എങ്കിലേ നമുക്ക് ഇഹത്തിലും പരത്തിലും വിജയിക്കാൻ സാധിക്കൂ. നമ്മുടെ കച്ചവട മേഖലയും നമ്മുടെ ജോലിയും ജീവിതവും ഒന്ന് വിലയിരുത്തിയാൽ തിരുത്തേണ്ടുന്ന ധാരാളം അടയാളങ്ങൾ നമുക്ക് കാണാൻ പറ്റും. തിരുത്തി മുന്നോട്ട് പോകുന്നവനെയാണ് ഈമാനുള്ള മുഖ്ലിസായ മുഅ്മിൻ എന്ന് അള്ളാഹു പഠിപ്പിച്ചത്. യഥാർത്ഥ മുഅ്മിനുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഗുണകാംക്ഷയെക്കുറിച്ച് നിബന്ധനകൾ വെച്ചെടുത്ത് ഒന്ന് അള്ളാഹുവിനെ കുറിച്ചും രണ്ടാമത് പറഞ്ഞത് വലി കിതാബിഹി വലി റസൂലിഹി എന്നുമാണ്. അള്ളാഹുവിന്റെ വേദ ഗ്രന്ഥത്തോടും പ്രവാചകനോടുമുള്ള നസ്വീഹത്ത്. സഹോദരങ്ങളെ, ഏറ്റവും അമൂല്യമായ സമ്പാദ്യം എന്താണെന്ന് ചോദിച്ചാൽ അത് ഖുർആനാണ്. പക്ഷേ നമ്മിൽ പലരും അത് തിരിച്ചറിയുന്നില്ല. നോക്കൂ നിങ്ങൾ, രാവിലെ എത്ര ശ്രദ്ധയോടു കൂടിയാണ് നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും നമ്മൾ വൃത്തിയാക്കുന്നത്. കാരണം അത്രമാത്രം നമ്മുടെ ശരീരത്തെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട്. എത്ര വിലപിടിപ്പുള്ള ഷൂ ആണ് നമ്മൾ ധരിക്കുന്നത്, എത്ര വിലപിടിപ്പുള്ള പാന്റും ഷർട്ടുമാണ് നമ്മളൊക്കെ ധരിക്കുന്നത്, അല്ലെ? എന്തൊരു സുരക്ഷിതത്വമാണ് നമ്മൾ ശരീരത്തിന് കൊടുക്കുന്നത് എങ്കിൽ അതേ വൃത്തിയും വെടിപ്പുമുള്ള നമ്മുടെ ശരീരത്തിനുള്ളിൽ നമ്മെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ, നമ്മോട് മാത്രമായി സംവദിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു മനസ്സ്, അല്ലെ? ഉണരുന്ന സെക്കൻഡ് മുതൽ നമ്മളോട് അവൻ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. ആ മനസ്സ് നമ്മളോട് നന്മ സംസാരിക്കണമെങ്കിൽ കഠിനാധ്വാനം ചെയ്യേണ്ടതുണ്ട്. ആ നന്മയുടെ വഴിയിലേക്കുള്ള ഏക പ്രവേശന കവാടം വിശുദ്ധ ഖുർആനാണ്. ആ വിശുദ്ധ ഖുർആൻ നമ്മുടെ വലത് കൈയിൽ നിന്ന് മാറ്റിവെക്കുന്നിടത്ത് പിശാച് വിജയിക്കുന്നു എന്നതാണ് നമ്മുടെ മനസ്സിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരത. എത്ര തിരക്കുണ്ടെങ്കിലും സഹോദരങ്ങളെ, ഒരു പകൽ അവസാനിക്കുമ്പോൾ, ഒരു രാത്രിയിലേക്ക് ഉറക്കത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്റെ കയ്യിൽ വിശുദ്ധ ഖുർആൻ ഒരു 2 പേജിന് വേണ്ടി കടന്നു പോയിട്ടുണ്ട് എന്ന് പറയാൻ വിശ്വാസികളെ, പ്രിയ സുഹൃത്തുക്കളെ, ആത്മാർത്ഥമായി ചോദിക്കുന്നു, നമ്മിൽ എത്ര പേർക്ക് സാധിക്കുന്നു? മൊബൈൽ ഫോൺ എടുത്തിട്ട് അതിന്റെ സ്ക്രീൻ ടൈം ഒന്ന് നോക്ക്. അതിൽ വാട്സപ്പിന് വേണ്ടി ഉപയോഗിച്ച സമയം
ഇൻസ്റ്റാഗ്രാമിന് വേണ്ടി ഉപയോഗിച്ച സമയം, യൂട്യൂബിന് വേണ്ടി ഉപയോഗിച്ച സമയം ഈ 24 മണിക്കൂറിൽ നിന്ന് 3-4 മണിക്കൂറുകൾ ഡിവൈഡ് ചെയ്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അല്ലേ? സത്യമല്ലേ ഞാൻ പറഞ്ഞത്? അവിടെയാണ് റഹ്മാനായ റബ്ബ് ചോദിച്ചത്, അതിനേക്കാൾ നിന്റെ ജീവിതത്തിൽ ദിശണയും ലക്ഷ്യവും ലക്ഷ്യബോധവും നൽകുന്ന അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ ഒരു പാരായണം നീ നടത്തിയിട്ടുണ്ടോ എന്ന്. വനുനസ്സിലു മിനൽ ഖുർആൻ, നാം വിശുദ്ധ ഖുർആനിൽ നിന്ന് നിങ്ങൾക്ക് അവതരിപ്പിച്ചു തന്നിരിക്കുന്നു മാ ഹുവ ശിഫാഉൻ, അത് നിങ്ങൾക്ക് രോഗശമനമാണ്, മനസ്സിന്റെ രോഗങ്ങൾക്കുള്ള ശമനമാണ്, മരുന്നാണത്. വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് പരമ കാരുണ്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്ത് ഇസ്രായിലെ 86-ാമത്തെ ആയത്തിൽ. എത്ര സൂറത്ത് നമുക്ക് കാണാതറിയാം, എത്ര അർത്ഥം പഠിച്ചിട്ടുണ്ട്, എത്ര മനഃപ്പാടമാക്കിയിട്ടുണ്ട്, എല്ലാ ദിവസവും പാരായണം ചെയ്തിട്ടുണ്ട്. ആലോചിക്കുക, വല്ലാത്ത നിരാശ തോന്നും നമ്മുടെ ആളുകളെ കുറിച്ച് ഓർക്കുമ്പോൾ. തിരക്കാണ് അല്ലെ? നാം സമ്പാദിക്കുന്ന സമ്പാദ്യമൊക്കെ ഒരു ഡോക്ടറുടെ റിസൾട്ടിന് മുമ്പിൽ ഇല്ലാതാകുന്നതാണ്. രക്ഷയില്ല കേട്ടോ എന്നൊരു വാക്ക് ബന്ധുക്കളോട് പറഞ്ഞത് ചെറിയ ശബ്ദത്തിൽ കേട്ടാൽ ഇനി നമുക്ക് വീട്ടിലേക്ക് പോകാം എന്ന് ഡിസ്ചാർജ് ബില്ലുമായി കടന്നു വരുമ്പോ നമുക്ക് മനസ്സിലായാൽ കഴിഞ്ഞു. പക്ഷേ നാം ഓതിയ ഖുർആനും നാം പഠിച്ച ഖുർആനും നമ്മെ കൂടെ സന്തോഷത്തോടു കൂടി ഉണ്ടാകും എന്നതാണ്. മറ്റൊന്ന് വലിയ റസൂലെ, അള്ളാന്റെ റസൂലാണ്. അള്ളാന്റെ റസൂലിനോട് വേഷം കൊണ്ടും ഭാഷ കൊണ്ടും ജീവിതം കൊണ്ടും പ്രവാചകന്റെ കൂടെ സഞ്ചരിക്കാൻ നമുക്ക് സാധിച്ചാൽ അത് തന്നെയാണ് അള്ളാഹുവിന്റെ റസൂലിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ നസീഹത്ത്. പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ ആണ് ഞാനെന്ന് പറയാൻ നമുക്ക് സാധിക്കണം. ഖുൽ, നബിയെ പറയുക, ഇൻ കുൻതും തുഹിബ്ബൂന അല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ. എന്താലേ നിങ്ങൾക്ക് അള്ളാഹിനോട് ഇഷ്ടമുണ്ടോ? റസൂലുള്ളാഹിനോട് പറയാൻ വേണ്ടി പറയാം, ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റുക, എന്റെ വാക്ക്, എന്റെ പ്രവൃത്തി, എന്റെ ജീവിതം നിങ്ങൾ പിൻപറ്റുക. എങ്കിൽ യുഹ്ബിബുക്കുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു തരും. വല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാവാരിധിയുമാണ്. ഈ പ്രവാചകനെ സ്നേഹിക്കാൻ, ഈ വിശുദ്ധ ഖുർആൻ കയ്യിലെടുക്കാൻ, അള്ളാഹുവിനുള്ള കടമകൾ പൂർത്തിയാക്കാൻ, പ്രബോധകനായി ജീവിക്കാൻ, സത്യസന്ധനാവാൻ എത്ര സമയം വേണം? വേണ്ട, ഒരു നിമിഷാർദ്ധം മതി ഒരു തീരുമാനമെടുക്കാൻ. അവിടെ നിന്ന് അങ്ങോട്ടുള്ള ജീവിതമാണ് റസൂലുള്ളാഹി പറഞ്ഞില്ലേ, ഏറ്റവും സമ്പൂർണമായ ജീവിത പരിശുദ്ധിയുള്ളവനായി ജീവിക്കാനാണ് എന്നെ നിയോഗിക്കപ്പെട്ടത് എന്ന് പറഞ്ഞ ആ വാക്കിന്റെ സമ്പൂർത്തീകരണം നമ്മിലൂടെ സംഭവിക്കുക തന്നെ ചെയ്യും. അങ്ങനെയുള്ള മുഅ്മിനുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ജീവിതത്തിൽ ലക്ഷ്യബോധമുള്ള മുഅ്മിനായി ജീവിക്കാൻ, ലഭിച്ചിട്ടുള്ള നേർമാർഗത്തിന്റെ വഴിയിൽ മുന്നോട്ട് പോകാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾക്ക് റഹ്മാനായ റബ്ബ് ശിഫ നൽകുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ സഹോദരങ്ങൾക്ക്, മാതാപിതാക്കൾക്ക് അവരുടെ ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മെയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين، والحمد لله رب العالمين.